ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശോകമോഹമായ വികാരസാന്ദ്രമായ ഒരു ദിനമാണല്ലോ പീഡാനുഭവ വെള്ളിയാഴ്ച. കർത്താവിൻ്റെ മരണം ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന വലിയ ഒരു സംഭവമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് 29-ാം വാക്യത്തിൽ പറയുന്ന ആ വചനം, അത് അനുസരിച്ചുള്ള ഒരു ഐക്കൺ, ഈശോ മിശിഹായുടെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഐക്കൺ, പ്രസിദ്ധമായ ഐക്കണുണ്ട്. എല്ലാ ഐക്കണിനകത്തും കാണുന്നതാണ്. അതായത് ഈശോ കുരിശിൽ ഊറാറെ ധരിച്ച് ഒരു പുരോഹിതനായി കുരിശിൽ നിത്യപുരോഹിതനായി ബലിയർപ്പിക്കപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സൂര്യൻ ഇരുണ്ട്, മറുവശത്ത് ചന്ദ്രൻ പ്രകാശം കുറഞ്ഞ് കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അതാണ് 29-ാം വാക്യം. ആ കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ ശക്തിയോടെ വാനമേഘങ്ങളിൽ മഹത്തോടെ വരുന്നത് കാണുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ആ മരണം വലിയൊരു മഹത്വത്തിൻ്റെ വിളംബരമായിരുന്നു. ഈശോ മിശിഹായുടെ ആ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. പെസഹ തിരുനാളിൻ്റെ 2-ാം ദിനം ഏറ്റവും നിശബ്ദമായൊരു ദിനമാണ്. ദേവാലയ മണികൾ ശബ്ദിക്കുകയില്ല, ദേവാലയത്തിൽ കുർബാനകൾ നടക്കുകയില്ല, ബലിയർപ്പണമില്ല. ബലിപീഠം ശോകമൂകമായി നിൽക്കുന്ന വളരെ വികാരസാന്ദ്രമായ കർത്താവിൻ്റെ ആ പീഡാനുഭവത്തെയും കുറിച്ചുള്ള വചന വായനകളും ധ്യാനവും പ്രഭാഷണവും കർത്താവിൻ്റെ ആ വിശുദ്ധ കുരിശ് ചുംബിക്കുന്ന കർമ്മവുമൊക്കെയാണ് ഈ ദിവസം ഉള്ളത്. എച്ച് ലിഞ്ഞും ക്രൂച്ചിസ്, ലത്തീൻ സഭയിലുള്ള പ്രാർത്ഥന ഇതാണ്. കർത്താവിൻ്റെ കുരിശ് മരം, ആ കർത്താവിൻ്റെ കുരിശ് ചുംബിക്കുന്ന കർമ്മമാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് പകരമായിട്ട് ആ ദിവസമുള്ളത്. നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തിൽ ഈ കർത്താവിൻ്റെ കുരിശ് ചുംബനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്പുനീര് കുടിച്ചുകൊണ്ടാണ്, ഈശോയുടെ ആ ദുഃഖത്തിൻ്റെ കയ്പ് അനുഭവിച്ചുകൊണ്ട് ആണ് നാം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ദുഃഖസാന്ദ്രമായ ഈ ദിനം അതേസമയം തന്നെ രക്ഷാകരമായൊരു ദിനം കൂടിയാണ്. ഈ ലോകം രക്ഷ പ്രാപിച്ചത് ഈശോ മിശിഹായുടെ സഹന മരണങ്ങളിലൂടെയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ആ പരമോന്നതമായ സ്നേഹബലിയുടെ, ആ പരമബലിയുടെ ഓർമ്മ നാം ഇന്ന് കൊണ്ടാടുകയാണ്. അതേസമയം ദുഃഖം മാത്രമല്ല, അതോടൊപ്പം തന്നെ സന്തോഷവും പകരുന്ന ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ ഇന്ന് പറയുന്നത്. സുറിയാനി സഭകൾ എപ്പോഴും പീഡാനുഭവ വെള്ളി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പൗരസഭകളെല്ലാം തന്നെ പീഡാനുഭവ വെള്ളി, കഷ്ടാനുഭവ വെള്ളി എന്നൊക്കെയാണ്. ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ വിലയിരുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ദിവസം. ഇന്നത്തെ തിരുവചന വായനകളിലേക്ക് കടക്കുമ്പോൾ സുറിയാനി സഭകളിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ പ്രത്യേകത ദിയാത്തസ്രോൻ വായന എന്ന് പറഞ്ഞാൽ സമ്മിശ്ര സുവിശേഷങ്ങളാണ് വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഒഴിച്ചുള്ള 3 സുവിശേഷ ഭാഗങ്ങൾ ഇടകലർത്തി ഘട്ടം ഘട്ടമായി ഈശോയുടെ പീഡാനുഭവം മുഴുവനും വിവരണം ആഘോഷമായി ദേവാലയത്തിൽ വിവരിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവ വായനയാണ് അതേക്കുറിച്ചുള്ള. എജേറിയ എന്ന സ്പെയിൻകാരി സന്യാസിനി AD 350 ജെറുസലേം സന്ദർശിച്ചപ്പോൾ എഴുതിയ കുറിപ്പുകൾ, എജേറിയയുടെ കുറിപ്പുകൾ, അവിടെ പറയുന്നുണ്ട് ഈ പീഡാനുഭവ ദിവസം ഇതുപോലെ ഈശോ മിശിഹായുടെ ആ പീഡകളെക്കുറിച്ചുള്ള വായനകളാണ്. ആ വായനകൾ, ആ സുവിശേഷ വായനകൾ വായിച്ചു കഴിയുമ്പോൾ ജനങ്ങളെല്ലാം മാറത്തടിച്ച് നിലവിളിച്ച് കരയുമായിരുന്നു എന്നാണ്. അത്രമാത്രം ആത്മീയ അനുഭവം പകരുന്ന വായനകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സുവിശേഷങ്ങളുടെ വിവരണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയസ്പർശിയായ വിവരണങ്ങളാണ്. ഈ പാഷൻ നറേറ്റീവ്, അതായത് കർത്താവിൻ്റെ പീഡാനുഭവ വിവരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഈ സുവിശേഷങ്ങളെല്ലാം അവസാനിക്കുന്നത് വിത്ത് എ ലോങ് ഇൻട്രൊഡക്ഷൻ ബിഫോർ ദി പാഷൻ നറേറ്റീവ് എന്നാണ്.
അപ്പോൾ പീഡാനുഭവ ഒരു വിവരണത്തിന് വേണ്ടിയാണ് എന്നതുപോലെയാണ് ഇത് അതിനു മുമ്പുള്ള എല്ലാ വിവരണങ്ങളും നടക്കുന്നത്. അങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആ വലിയ ആ രഹസ്യം എല്ലാ സുവിശേഷകന്മാരും വളരെ മിഴിവോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു കെട്ടുകഥയല്ല, ഒരു ഐതിഹ്യമല്ല, സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അതുകൊണ്ടാണ് അതിനകത്തെല്ലാം ഉള്ള സത്യങ്ങളെല്ലാം പറയുന്നു. ഒരു ശിഷ്യൻ കർത്താവിനെ അടിമയുടെ വിലയ്ക്ക് ഒറ്റിക്കൊടുക്കുന്നു. വേറൊരു ശിഷ്യൻ 3 പ്രാവശ്യം, ശിഷ്യപ്രമുഖൻ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. ബാക്കി ശിഷ്യന്മാരെല്ലാം ഓടി ഒളിക്കുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങൾ ഒരു പ്രൊപ്പഗാന്ത പോലെ പറയുകയല്ല, മറിച്ച് നടന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ആ സുവിശേഷ വായനകളിലൂടെ ആ പീഡാനുഭവത്തിൻ്റെ അനുഭവം നാമും സ്വന്തമാക്കുകയാണ്. ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ പോവുകയാണ്. കുരിശിൻ്റെ കർത്താവിൻ്റെ സംസ്കാരം വരെയുള്ള അനുഭവങ്ങൾ ഈ സുവിശേഷത്തിൽ പരമ്പരകളിലൂടെ നമ്മൾ കേൾക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഈ പീഡാനുഭവ രംഗങ്ങളുടെ ചില ആവിഷ്കാരങ്ങൾ, അതിൻ്റെ ഒരു ചില മുൻ സൂചനകൾ കാണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള ഭാഗത്ത് നമുക്കറിയാം അബ്രാഹത്തിൻ്റെ ബലിയാണ്. അബ്രാഹത്തിന് ദൈവം വാർദ്ധക്യത്തിൽ നൽകിയ ഏകപുത്രനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിൽ ബലിയായി അർപ്പിക്കുക. 2-ാമത്തെ വാക്യം ഉൽപ്പത്തി 22:2. എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. അപ്പോൾ ഈ ഒരു സംഭവം അബ്രാഹത്തിൻ്റെ ഹൃദയത്തെ എത്രമാത്രം ഉലച്ച് കാണും. സുറിയാനി സാഹിത്യത്തിൽ ഒരു സ്വഗീത സംഭാഷണ രീതിയിലുള്ള ഒരു മറപ്രേമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കവിതയുണ്ട്. അതിൽ ഈ സംഭവം സാറായുടെ വീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. സാറ ഇതെല്ലാം എന്തൊക്കെയോ സംഭവങ്ങൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ, ഭാവവ്യത്യാസങ്ങളിലെല്ലാം ഈ സാറ ഇതെന്തൊക്കെയോ എന്തോ വലിയ അനർത്ഥം വരാൻ പോകുന്നു, എൻ്റെ ഹൃദയം എന്താണ് ഇത്രമാത്രം തേങ്ങുന്നത് എന്ന് സാറ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ സാറ ഈ ഓരോരോ കാര്യം അന്ന് രാവിലെ എഴുന്നേറ്റ് അബ്രാഹം ഒരുങ്ങുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ അബ്രാഹം ഒന്നും കൃത്യമായി പറയുന്നില്ല. അതേസമയം തന്നെ അത് സാറായിക്ക് അറിയാവുന്നതുപോലെയാണ് ഈ സംഭാഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഉദ്യോഗജനമായ വിവരണമാണ്. അതിൽ 6-ാമത്തെ വാക്യത്തിൽ വിറകെടുത്ത് ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. അപ്പോൾ വിറകെടുത്ത് ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ച് ഇസഹാക്ക് ആ മലമുകളിലേക്ക് കയറുന്നു. കയറുന്ന ആ കാഴ്ച വാസ്തവത്തിൽ ആ ഇസഹാക്ക് ആരുടെ പ്രതീകമാണ്? ഈശോയുടെ ഒരു പ്രതീകമാണ്. കുരിശെടുത്ത് മലമുകളിലേക്ക് ബലിയർപ്പിക്കുവാൻ പോകുന്ന, ഗാഗുൽത്താലേക്ക് പോകുന്ന ഈശോയുടെ പ്രതീകമാണ്. അവിടെ ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, നമുക്ക് വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ ബലിക്കുള്ള മൃഗമെവിടെ? അപ്പോൾ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. 8-ാമത്തെ വാക്യത്തിൽ അബ്രാഹാം പറയുകയാണ്. അപ്പോൾ അങ്ങനെ മുകളിൽ കയറി ചെന്ന് അപ്പോഴാണ് അബ്രാഹാം പെട്ടെന്ന് ഇത് വിറകെല്ലാം ഒരുക്കി, ബലിപീഠം പണിത് വിറകൊരുക്കി ഈ ഇസഹാക്കിനെ ബന്ധിച്ച് അതിൽ കിടത്തുകയാണ് ബലിയർപ്പിക്കുവാൻ. അപ്പോൾ അങ്ങനെയാണ്. അതിനു മുമ്പുള്ള ചോദ്യമാണ് പിതാവേ. ഉടനെ അവൻ വിളി കേൾക്കുന്നു, എന്താണ് മകനെ, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അപ്പോൾ അങ്ങനെ ആ സംഭാഷണ രീതി തന്നെ വളരെ ഹൃദയസ്പർശിയാണ്. പക്ഷേ അബ്രാഹാം ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മറന്ന് കണ്ണുമടച്ച് ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കുവാൻ വേണ്ടി അയാൾ കത്തിയെടുക്കുകയാണ്. ഉടനെയാണ് 12-ാം വാക്യത്തിൽ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, നിൻ്റെ ഏകപുത്രനെ എനിക്ക് വേണ്ടി നീ ബലിയർപ്പിക്കുവാൻ നീ മടി കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ വലിയ സ്നേഹം, അതുകൊണ്ട് നീ അങ്ങനെ മടിക്കായിയാൽ നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതികളിലൂടെ ലോകത്തിലെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും. അബ്രാഹത്തിൻ്റെ ഒരു ബലിയർപ്പണത്തിനുള്ള ആ സന്നദ്ധത കാണിച്ചപ്പോൾ അതാണ് ഉൽപ്പത്തി 22:18. അബ്രാഹത്തിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ദൈവം ഈ ബലിയർപ്പണം തടഞ്ഞു. കാരണം ദൈവം സ്വീകരിച്ചു ഈ ബലി. അദ്ദേഹം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ
തലയുയർത്തി നോക്കുമ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ, ഒരു മുട്ടാടിനെ കണ്ടു എന്നാണ്. അതായത് പെസഹ തിരുനാളിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന ആ മുട്ടാട്, അതുപോലൊരു മുട്ടാട് കൊമ്പുടക്കി കിടക്കുന്നു മുൾച്ചെടികൾക്കിടയിൽ. അതെന്താണ്? ആരാണ്? ഈശോ മിശിഹായുടെ ഒരു സൂചനയാണത്. ഈശോ മിശിഹായെ സൂചിപ്പിക്കുന്ന ഒരുപാട് സൂചനകൾ, വായനകൾ നമുക്ക് ഇന്നത്തെ തിരുക്രമങ്ങളിൽ കാണാൻ കഴിയും. ഈശോ മിശിഹായെ ഇതുപോലെ തന്നെ ഈ ഇസഹാക്കിനെ പോലെ തന്നെയുള്ള മറ്റൊരു കഥാപാത്രമാണ്, മറ്റൊരു വ്യക്തിയാണ് പൂർവ്വ യൗസേപ്പ്. പൂർവ്വ യൗസേപ്പിനെ അവനെ സഹോദരങ്ങൾ 30 വെള്ളി നാണയത്തിന് വിൽക്കുന്നതായിട്ട് 20 വെള്ളി നാണയത്തിന് വിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ വിൽക്കുന്നത് ഒരു യൂദായാണ്, ഒരു സഹോദരനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിൽക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 37-26 സഹോദരന്മാർ വഞ്ചിച്ച് കുഴിയിലിടുന്നു, കുഴിയിൽ നിന്ന് കരകയറുന്നു. അവസാനം ഈ യോസേപ്പിലൂടെയാണ് യോസേപ്പിനെ ദൈവം ഉയർത്തി ഫറവോയുടെ വലതുഭാഗത്തിരുത്തുന്നു. അദ്ദേഹം വഴി ഈ ജനം രക്ഷപ്പെടുന്നു. ഒക്കെ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് കാണാൻ കഴിയും പഴയ നിയമത്തിലും. അതുപോലെ തന്നെ ഇന്ന് വായിക്കുന്ന പ്രത്യേകിച്ച് സങ്കീർത്തനം 22, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു, ആ സഹനങ്ങൾ, കുരിശിൻ്റെ സഹനങ്ങളെല്ലാം സങ്കീർത്തനത്തിലൂടെ പ്രത്യേകമായിട്ട് സങ്കീർത്തന ആലാപത്തിലൂടെ 22-ാം സങ്കീർത്തനം, 44-ാം സങ്കീർത്തനം, 56-ാം സങ്കീർത്തനം, പീഡാനുഭവ പ്രവചനങ്ങൾ കൂടി അവിടെ വ്യക്തമാവുകയാണ്. രണ്ടാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 13 മുതൽ 53:9 വരെ സഹനദാസൻ, കർത്താവിൻ്റെ ആ സഹനദാസനെക്കുറിച്ചുള്ള ആ വായനയിൽ യഥാർത്ഥത്തിൽ ഈശോ ആരാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അവൻ മനുഷ്യനെന്ന് പോലും തോന്നാത്തത് വിധം അവൻ വിരൂപനായി കാണപ്പെടുന്നു. 14-ാം അധ്യായം. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷമായ സൗന്ദര്യമോ അവന് കാണുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായി. 4-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. 5-ാം വാക്യത്തിൽ, നമ്മളുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ ഈ പ്രവചനങ്ങൾ ഈശോയിൽ ആണ് നിറവേറുന്നത്. ഈശോ ആ കുഞ്ഞാടായി സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്ന ആ കുഞ്ഞാടായി തീരുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ആ വലിയ സഹനങ്ങൾ കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഇന്നത്തെ തിരുവചനങ്ങളിലെല്ലാം കാണുന്നത്. പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള ആ ദിയാതെസ്രോൻ വായനയിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓരോ ഘട്ടവും പ്രത്യേകമായി എടുത്ത് പറഞ്ഞ് വിവരിക്കുകയാണ്. അത് ഓരോന്നും വിവരിക്കുന്ന ഓരോ സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങൾ, കർത്താവിനെ യൂദാസ് ഈ അടിമയുടെ വിലയ്ക്ക് ഒറ്റിക്കൊടുക്കുന്ന ആ സംഭവം, അതുപോലെ തന്നെ പത്രോസ് തള്ളിപ്പറയുന്ന സംഭവം, തുടർന്ന് ഈശോയെ സെൻഹിദ്രിൻ സംഘം പീലാത്തോസിൻ്റെ അടുത്ത്, ഹെറോസിൻ്റെ അടുക്ക് ഒക്കെ മാറി മാറി അയക്കുന്നു. ജനക്കൂട്ടങ്ങൾ, ഒക്ലോസ് എന്ന് പറയും, ജനക്കൂട്ടങ്ങൾ, പ്രത്യേക ആൾക്കൂട്ടങ്ങൾ, അവർക്ക് പ്രത്യേക ചിന്തകളും പ്രത്യേക വീക്ഷണമൊന്നുമില്ല. ജനങ്ങൾ അവരുടെ ആളുകളുടെ തരം നോക്കി അഭിപ്രായങ്ങൾ പറയുന്നു. അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ച് പറയുന്ന ആൾക്കൂട്ടങ്ങൾ. അതുപോലെ തന്നെ പല കഥാപാത്രങ്ങൾ മുന്നോട്ടും കാണാൻ സാധിക്കും. കർത്താവിൻ്റെ കുരിശിൽ തറയ്ക്കുമ്പോൾ ഇരുവശങ്ങളിലുള്ള കള്ളന്മാർ കുരിശിലേക്ക് പോകുമ്പോൾ ആ കുരിശുമായി പോകുന്ന വഴിക്കുള്ള ശമയോൻ, ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ എടുത്തെടുത്ത് വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 2 പക്ഷത്തുള്ള ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ ഒരു വിദൂരതയിൽ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. കർത്താവിനോട് തൊട്ടനുഗമിക്കുന്ന മറിയമുണ്ട്, അതുപോലെ മഗ്ദലന മറിയവും ഒക്കെയുണ്ട്.
അതുപോലെ അവസാനം വരെ കർത്താവിനെ സമീപിക്കുന്ന നിക്കോദേമോസ്. അങ്ങനെ ഈശോയോട് അനുകൂലിക്കുന്നവരും ഈശോയോട് പ്രതികൂലിക്കുന്നവരും രണ്ടായിട്ട് ഈ സംഭവ പരമ്പരകളിലെ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നാം ഏത് പക്ഷത്ത് നിൽക്കുന്നു? ഈശോ നിരപരാധിയാണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ടും ആ സത്യം എന്താണ് എന്ന് ചോദിച്ചു, പക്ഷെ സത്യം മനസ്സിൽ കേൾക്കാൻ തയ്യാറാകാത്ത പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറി നിൽക്കുന്നവരായി മാറുകയാണോ നമ്മൾ? യൂദാസിനെ പോലെ ആ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് ആ നാണയത്തൊട്ടുകളുമായി നടക്കുന്ന, എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കുന്നവരാണോ നാം? അല്പം തീ കായാൻ വേണ്ടി കർത്താവിൻ്റെ ആ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെയാണോ? അപ്പോൾ രണ്ട് പക്ഷത്തിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈശോയോടുകൂടി ഈശോ പറയുന്നുണ്ട്, എന്നോടുകൂടി 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ? കർത്താവിനോടുകൂടി ഉണർന്നിരിക്കുക, കർത്താവിനോടുകൂടി സഞ്ചരിക്കുക. അങ്ങനെയാണ് ബൈബിളിൽ ഇല്ലാത്ത ഒരു കഥാപാത്രമാണല്ലോ വെറോനിക്ക, കർത്താവിൻ്റെ മുഖം തുടയ്ക്കുന്ന. അങ്ങനെയൊക്കെയുള്ള കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ഭക്തസ്ത്രീകൾ അബലകളാണ്, ചപലകളാണ് സ്ത്രീകൾ എന്ന് പറയും. പക്ഷേ സ്ത്രീകളാണ്, ആ സ്ത്രീജനങ്ങളാണ് ഓർസലം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. അപ്പോൾ ആ സ്ത്രീകളുടെ ദുഃഖം കർത്താവ് മനസ്സിലാക്കുകയാണ്. കർത്താവിനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ആ വലിയ ശക്തിയുള്ള വനിതകളായിട്ടാണ് കർത്താവ് അവരെ കാണുന്നത്. അങ്ങനെ ഈശോയുടെ ആ പീഡാനുഭവ വേളയിൽ അവിടെ തന്നെ ഉള്ള ഒരു സെലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈശോയുടെ പക്ഷത്തുള്ളവർ, ഈശോയുടെ എതിർപക്ഷത്തുള്ളവർ. അത് ഏറ്റവും അവസാനം വരെയുമുണ്ട്. ഈശോയുടെ കുരിശിൻ്റെ വലതും ഇടതും കിടക്കുന്നവൻ, ഒരേ വേദനയാണ് എല്ലാവരും സഹിക്കുന്നത്. പക്ഷേ അവൻ കർത്താവിനെ നിന്ദിക്കുകയാണ്. മറ്റവൻ പറഞ്ഞ കർത്താവെ മറ്റവൻ അവൻ്റെ തെറ്റുകൾ തിരിച്ചറിയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവെ നിൻ്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണമേ. അപ്പോൾ പറഞ്ഞു, നീ എന്നോടുകൂടി ഇന്ന് പറുദീസായിലായിരിക്കും. അപ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ടും അവിടുന്ന് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ വാക്കുകൾ തന്നെ സങ്കീർത്തനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. ഈശോയുടെ വാക്കുകളെല്ലാം, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള വാക്കുകൾ, കർത്താവെ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. സാധാരണ പറയുന്നത് യഹൂദ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കുന്ന 31-ാം സങ്കീർത്തനമാണത്. അപ്പം മാതാവ് ചുവട്ട് നിൽക്കുകയാണ്. ആ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ടാവാം ഈശോ അത് പറയുന്നത്. അങ്ങനെ എല്ലാം പൂർത്തിയാകുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വാക്കുകൾ എല്ലാം സങ്കീർത്തനങ്ങളാണ്. അതിലേറ്റവും വലിയ സങ്കീർത്തനങ്ങളേക്കാൾ വലിയ സങ്കീർത്തനം ഈശോ ഉച്ചരിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് തീവ്രമായ വേദനകൾ നിലവിളി കൊള്ളുമ്പോഴും കർത്താവ് ക്ഷമിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണമേ. അതാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ പ്രത്യേകത. ഈശോയുടെ കുരിശിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനും ഉള്ള വലിയ ശക്തിയാണ് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്. അവിടെ കർത്താവിൻ്റെ ആ കുരിശ് മരണം വലിയൊരു ഇതിഹാസമാണ്, വലിയൊരു ക്ലാസിക്കാണ്, വലിയൊരു സംഭവമാണ്. അത് ഒരുപാട് ജീവിത പാഠങ്ങൾ നൽകുന്ന ഒരു അനുഭവമാണ്. അവിടെ മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയോടെ കരയുന്നതായിട്ട് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യം. ഭൂകമ്പങ്ങളുണ്ടാകുന്നു, കല്ലറ പിളരുന്നു, അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ താഴ്വരെ രണ്ടായിട്ട് കീറിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരു എസ്കറ്റോളജിക് യുഗാന്ത്യോന്മുഖമായ സംഭവങ്ങൾ, പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നു. ഇതെല്ലാം കാണിക്കുന്നത് കർത്താവിൻ്റെ ആ കുരിശുമരണത്തിൻ്റെ ആ മഹനീയതയാണ്. മാനുഷികമായ ഒരു സംഭവം മാത്രമല്ല. ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞു. കർത്താവ് മരിക്കുമ്പോൾ ഭൂമിയിൽ ഇരുട്ട് പരളുകയാണ്. ആ ഇരുട്ട് പൂർത്തിയാകുന്നത് ഈശോയുടെ ഉദ്ധാനത്തിലൂടെയാണ്. നിത്യപ്രകാശമായിട്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ആ സന്ദേശം അതാണല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ആ കുരിശുമരണം യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിന് നൽകുന്ന ആ രക്ഷ, വലിയ മാതൃക, വലിയ ആത്മീയമായ ചൈതന്യം, ഇതെല്ലാം ആണ് ഇന്നത്തെ തിരുവചന വായനയിലൂടെ
നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഇതിഹാസമായിരുന്നു അത്. അവിടെ സ്നേഹത്തിൻ്റെ ഒരുപാട് കഥകൾ. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ആ കുരിശ് ബന്ധങ്ങൾ വീണ്ടെടുക്കുന്ന, ബന്ധങ്ങൾ പുതുക്കി പണിയുന്ന ഒരു കുരിശ്, അതിനുള്ളൊരവസരമാണ്. ആ കുരിശിൻ്റെ തണലിൽ പുതിയ ജീവിതം നാം എടുക്കുകയാണ്. ആ കുരിശിൻ്റെ തണലിൽ സ്നേഹം വർദ്ധിക്കുകയാണ്. ഈ കുരിശുമരണം കണ്ട പ്രധാന ശതാധിപൻ പറയുന്നു, ഇതാ ഇവൻ സത്യമായും ഇവൻ ദൈവപുത്രനാണ്. ഇതിൽ പരം എന്താണ് വേണ്ടത്? കർത്താവിൻ്റെ കുരിശുമരണം തന്നെ വലിയൊരു എവഞ്ചലൈസേഷൻ. കർത്താവിൻ്റെ കുരിശുമരണം കണ്ടപ്പോൾ അയാൾ പുതിയ മനുഷ്യനായി മാറി. കർത്താവിൻ്റെ ആ വസ്ത്രത്തിന് വേണ്ടി തുന്നൽ കൂടാതെയുള്ള ആ വസ്ത്രം അവർ ചിട്ടിയിടുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ കണങ്കാലുകൾ തകർക്കുന്നില്ല. കർത്താവിൻ്റെ പാർശ്വം തുറക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം തുറന്ന് അവിടെ രക്തവും വെള്ളവും ഒഴുകുന്നു. അത് പുതിയ ജീവനിലേക്കുള്ള ഒരു ആത്മീയ ജലധാരയാണ്. അത് മാമോദീസായുടെയും ദിവികാരുണ്യത്തിൻ്റെയും ഒക്കെ സൂചനയാണ്. കർത്താവ് തലചായ്ച്ച കുരിശിൽ കിടക്കുമ്പോൾ അവിടെ ആ കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നുള്ള ജലവും രക്തവും വരാനിരിക്കുന്ന സഭയുടെ മാമോദീസായും പരിശുദ്ധ കുർബാനയുമാണ്. ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നും ഹവ്വ പിറന്നതുപോലെ ഈശോയുടെ കുരിശിൻ്റെ ആ പാർശ്വത്തിൽ നിന്നും തൻ്റെ സഭ പിറന്നു എന്ന് മാർ അപ്രയം പിതാവ് പറയുന്നു. അങ്ങനെ സഭാപിതാക്കന്മാർ, സാഹിത്യകാരന്മാർ, ചിന്തകർ, ലോകം മുഴുവനും വാഴ്ത്തുന്ന ഒരു മരണമാണ് ഈ മരണം. ഇതൊരു പെടുമരണം, ഒരു അപകട അല്ലെങ്കിൽ ശത്രുതയുടെ ഫലമായിട്ടുണ്ടാകുന്ന കെട്ടിയേൽപ്പിക്കുന്ന ഒരു സഹനമല്ല, മറിച്ച് രക്ഷാകരമായ ഒരു സഹനവും മരണവുമാണ്. അതുകൊണ്ട് ഈ മരണത്തെ നോക്കുന്നവർക്കെല്ലാം ജീവൻ ലഭിക്കും. അതുകൊണ്ടാണ് മണ്ണിൽ പൂണ്ട് കിടന്ന കുരിശ് വീണ്ടും ഉയർക്കുകയാണ്. ഈശോ ഉയർത്തതുപോലെ ആ കുരിശും ഉയർത്തും. ജീവൻ്റെ അടയാളമായി മാറി. കഴുമരം ഭീകരതയുടെ ഞെട്ടലിൻ്റെ അടയാളമായിരുന്നെങ്കിൽ അത് രക്ഷയുടെ അടയാളമായി മാറുകയാണ്. അതുകൊണ്ട് ഈ പീഡാനുഭവ വെള്ളി പരമോന്നതമായ സ്നേഹത്തിൻ്റെ ബലിയായി ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വയം സമർപ്പിച്ചതിനെ അനുസ്മരിക്കുമ്പോൾ ആ ബലിസമർപ്പണത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളെല്ലാം കാഴ്ചവെക്കുവാനും ഈശോയുടെ കുരിശിൻ്റെ പക്ഷം ചേരുക, കർത്താവിൻ്റെ ശത്രുക്കളുടെ പക്ഷം ചേരുന്ന ജീവിതത്തിൽ നിന്നും ഈശോയുടെ കുരിശിനോട് പിന്നാലെ പോകുന്ന ഒരു നവമാ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും, അങ്ങനെ ആ കർത്താവിൻ്റെ പുതിയ കല്ലറയിലെ കർത്താവിനെ അടക്കി, കാരണം അത് പുതിയൊരു സന്ദേശത്തിന് വേണ്ടിയാണ്. അങ്ങനെ കർത്താവിൻ്റെ ആ നവീനത്വം, കർത്താവ് നൽകുന്ന ആ പുതുമ, ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുന്ന ആ ഒരനുഭവം ഈ പീഡാനുഭവ വെള്ളിയാഴ്ച നല്ല കള്ളന് ലഭിച്ചു, ശതാധിപന് ലഭിച്ചു, മാതാവിനും അതുപോലെ തന്നെ ഈശോയുടെ ശിഷ്യനും ലഭിച്ചു. അങ്ങനെ ഈശോയോട് ചേർന്നവർക്കെല്ലാം ഒരു പുതിയ ആത്മീയ അനുഭവം ഈ സഹനത്തിലൂടെ ലഭിച്ചു. ഇതുപോലെയുള്ള ആ സഹന മരണങ്ങൾ കാണുമ്പോൾ, അതിൽ പങ്കുചേരുമ്പോൾ നമുക്കും ആത്മീയമായ പുതിയൊരു ചൈതന്യം, രക്ഷയുടെ ചൈതന്യം ലഭിക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ലേഖനത്തിൽ, റോമ 5 ലേഖനത്തിൽ 6 മുതൽ പറയുന്നുണ്ട്, നിർണയിക്കപ്പെട്ട സമയത്ത് മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കും. പക്ഷേ പാപം വഴി നാം ശത്രുക്കളായിരുന്നിട്ട് പോലും നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് ശത്രുതകളെ നിർമ്മാർജ്ജനം ചെയ്തു കർത്താവ്. അങ്ങനെയുള്ള വലിയ ആത്മീയമായ പ്രചോദനങ്ങൾ, ആത്മീയമായ സത്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഈ വിശുദ്ധ ദിനത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുവാനും നമ്മളിൽ തന്നെ പുതിയ ജീവൻ്റെ നാമ്പുകൾ മുളപൊട്ടുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.